ശ്രീനിവാസൻ്റെ ശ്യാമളയ്ക്ക് വേണ്ടി ആൾക്കാർ കാത്തിരുന്ന പോലെ ലോഹിയുടെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി ആൾക്കാർ കാത്തിരിക്കണം, അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ലോഹിയുടെ ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ ലോഹിക്ക് പുറകെ പ്രൊഡ്യൂസേഴ്സ് വന്ന് ഓഫറുകളുമായിട്ട് വന്നു. അതൊന്ന് രണ്ടാമത്തെ സിനിമയായിട്ട് ലോഹി ചെയ്യുന്ന കാരുണ്യമാണെന്ന് തോന്നുന്നു. അത് കാരുണ്യം കഴിഞ്ഞിട്ട് പുറകെ പിന്നെ ഓഫറുകൾ വരികയും ലോഹി അതിൻ്റെ ഒരു ആ ട്രാക്കിലേക്ക് അങ്ങ് വിട്ട് അങ്ങനെ പിന്നെ സിനിമകൾ ചെയ്ത് ലോഹി അങ്ങ് പോയി. അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ പിന്നീട് സിനിമകൾ ചെയ്യാനുള്ള സാഹചര്യമാണ്. അപ്പോൾ ഞാനും മറ്റു വഴിക്ക് വേറെ സിനിമകൾ ചെയ്തു. പക്ഷേ ഈ നിരൂപകരും അല്ലെങ്കിൽ പ്രേക്ഷകരും ഒക്കെ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ തമ്മിൽ പിരിഞ്ഞത് കാരണം ലോഹിതദാസിൻ്റെ രീതിയിലും വലിയ രീതിയിൽ ശോഭിക്കാൻ പറ്റിയിട്ടില്ല. സാറിൻ്റെ പ്രൈമും സാറിനെ പിന്നീട് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കേണ്ടി വന്നു. ലോഹി ഇല്ലാതെ മറ്റൊരു എഴുത്തുകാരനിൽ സാറിന് ഇപ്പോഴും തൃപ്തി കിട്ടിയിട്ടില്ല എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ശരിയാണ്. ഈ സത്യാവസ്ഥ എത്രമാത്രം? അല്ല, അത് ശരിയാണ്. കാരണം ലോഹി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു എൻ്റെ ഒരു ബലമായി മാറിയത്. കാരണം ഞാൻ എൻ്റെ 5ാമത്തെ സിനിമയാണ് തനിയാവർത്തനം. അതിനു മുമ്പ് ഞാൻ ചെയ്ത 3-4 സിനിമകളിലും ഇപ്പോൾ എനിക്ക് അതിന് മുമ്പ് ഒരു സിനിമയിൽ എൻ്റെ 3ാമത്തെ സിനിമയിൽ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയെന്നുള്ളത് ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റിലാണ്. എൻ്റെ ആദ്യത്തെ സിനിമ ശ്രീനിവാസനാണ്. അതിൻ്റെ ഇടയ്ക്ക് മറ്റ് 2 എഴുത്തുകാർ വന്ന് ചെയ്തു. പക്ഷേ ഞാനെന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ദിശ നിർണ്ണയിക്കപ്പെട്ടത് തനിയാവർത്തനത്തിലാണ്. ഞാൻ എത്തരത്തിലുള്ള സിനിമകൾ ചെയ്യേണ്ട ആളാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ സിനിമയാണ് തനിയാവർത്തനം. അല്ലെങ്കിൽ എൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അവിടെയാണ്. ഇത്രമാത്രം ഇമോഷണൽ ഡ്രാമകൾ ചെയ്യാനുള്ള ഒരു ഹ്യൂമൻ ഇമോഷൻസിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്ന് എന്നെ പഠിപ്പിച്ചത് തനിയാവർത്തനമാണ്. അപ്പോൾ അതുകൊണ്ട് ലോഹിയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ബലവും. ഞാനെന്ന സംവിധായകൻ ഏതെങ്കിലും രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരൻ ലോഹി തന്നെയാണ്. ആ സൗഹൃദവും സ്നേഹത്തിനും ഒരു കുറവ് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. പക്ഷേ ലോഹി ഇങ്ങനെ ലോഹിയുടെ ഒരു പ്രശ്നം വെച്ചാൽ ലോഹി ഇങ്ങനെ പെട്ടെന്ന് ഭ്രമിച്ചു പോകുന്ന ഒരാളാണ്. കാരണം ലോഹിയുടെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ലോഹി ആഗ്രഹിക്കുന്നതൊക്കെ വലിയ മോഡിലുള്ള തലത്തിലേക്ക് ലോഹി വളർന്നു പോകുമ്പോൾ ചെറിയ സന്തോഷങ്ങളിൽ പോലും ലോഹി അഭിരമിച്ചു പോകും. അതൊരു സാധാരണക്കാരനായ ശുദ്ധനായ ഒരു മനുഷ്യൻ്റെ സാഹചര്യത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ലോഹി പിന്നെ സിനിമകൾ ചെയ്തപ്പോൾ ലോഹി ആ വഴിക്ക് പോയപ്പോൾ ഞാൻ പിന്നെ അതിനകത്ത് കാരണം പോയി അതിനകത്ത് ഒന്നും പോയില്ല. ഞാൻ സിനിമകൾ ചെയ്യണമെന്ന് പറഞ്ഞ് ലോഹി അപ്രോച്ച് ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടിയിട്ട് ഞാനായിട്ട് പോയിട്ട് അപ്രോച്ച് ചെയ്തില്ല. പിന്നെ ഏതെങ്കിലും നിർമ്മാതാക്കൾ ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വരുമ്പോൾ മാത്രമാണ് പോയത്. 94 സകലം സാക്ഷിക്ക് ശേഷം ഞാൻ വേറെ സിനിമകൾ ചെയ്ത ഘട്ടത്തിൽ ഈ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ ലോഹിതദാസിൻ്റെ ഞാൻ ഉസ്താദ് എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ ആ ലൊക്കേഷനിലേക്ക് എൻ്റെ ഒരു പൂർവ്വ സുഹൃത്ത് ആദ്യകാല നിർമ്മാതാവാണ് ആനന്ദ് കുമാർ എന്ന് പറയുന്നത്. ഒരുപാട് വലിയ സിനിമകൾ ചെയ്ത പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് ആദ്യം തൊട്ടേ അറിയാം. ഇപ്പം അദ്ദേഹം വന്ന് ചെയ്ത് പറയാനും വയ്യ പറയാതിരിക്കാനും പല സിനിമ ചെയ്തിട്ടുണ്ട്. ദീം തരികിടത്തവും അങ്ങനെ കുറേ സിനിമകളും പിന്നെ പാളങ്ങൾ എന്ന് പറയുന്ന ഭരതേട്ടനൊക്കെ ചെയ്തത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് തിരിഞ്ഞ് വളരെ വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്തോടെയാണ് അദ്ദേഹം എൻ്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു സിനിമ എനിക്ക് വേണ്ടി ചെയ്തു തരണം. ഞാൻ ലാലിൻ്റെ അടുത്ത് സംസാരിച്ചു. ഉസ്താദിൻ്റെ ലൊക്കേഷനിലാണ്. ലാലിൻ്റെ അടുത്ത് സംസാരിച്ചു. ലാൽ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീയും ലോഹിയും കൂടെ എനിക്കൊരു സിനിമ ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രോജക്റ്റ് ഞാനായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ലോഹി എടുത്തത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ ലോഹി എടുത്ത് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ദിനേശ് പണിക്കർ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചു വന്നു. അപ്പോൾ അത് ചെയ്യാൻ അങ്ങനെ ഈ പറയുന്ന സംഭവം. അപ്പോൾ ലോഹിയുടെ ഒരു വീട് പണി നടക്കുകയാണ് അവിടെ ആലുവയിൽ. ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ ആലുവയിലുണ്ട് ആ സമയത്ത്. അപ്പോൾ ദിനേശ് എന്നെ കാണാൻ വന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ലോഹി വീട് പണിയുന്ന ആ സ്ഥലത്തേക്ക് ചെന്നു. ലോഹി എൻ്റെ അടുത്ത് പറഞ്ഞ വീട് പണി നടക്കുക എനിക്ക് ഭയങ്കര സാമ്പത്തിക ഞെരുക്കമുണ്ട്. ഞാൻ പടം ചെയ്യാം. എനിക്കൊരു കൊച്ചു പടം എത്തിക്കാമെങ്കിൽ എനിക്ക് ഇവിടുത്തെ അത്രയും പ്രശ്നമില്ല. ഞാൻ ദിനേശിനെ പറഞ്ഞു, ദിനേശ് എന്താണെന്ന് വെച്ചാൽ ജോയിക്കൊരു അഡ്വാൻസ് ഇപ്പം തന്നെ കൊടുക്കാൻ പറഞ്ഞു. ദിനേശ് അപ്പം തന്നെ അഡ്വാൻസ് കൊടുക്കുന്നു. അപ്പോൾ ആനന്ദേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ലോഹി അവിടെ ഇരുന്നാൽ എഴുത്ത് നടക്കത്തില്ല. എനിക്ക് ബാംഗ്ലൂർ ഒരു ഫാമുണ്ട്, ഞാൻ വണ്ടി വിട്ട് അയക്കാം. നിങ്ങൾ ആ വണ്ടിയിൽ പോയിട്ട് അവിടെ ബാംഗ്ലൂർ പോയിരുന്ന് എഴുതുക. ഇവിടെ ഇരുന്ന ഈ വീട് പണി എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ സ്വസ്ഥമായിട്ട് എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശരി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വണ്ടി വരും. അപ്പോൾ അന്ന് ഒരു ദിവസം അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയായിട്ടൊന്ന് ഒരു ഹൗസ് ബോട്ടിലൊക്കെ പോകാൻ വേണ്ടി ഞങ്ങൾ ആലപ്പുഴയ്ക്കൊക്കെ പോയി. പിറ്റേ ദിവസം പോകണമല്ലോ എനിക്ക്. പിറ്റേ ദിവസം വണ്ടി പ്രൊഡ്യൂസർ ആനന്ദേട്ടൻ്റെ വണ്ടി വരും. അങ്ങനെ ഞാൻ രാവിലെ
അതിനിടയ്ക്ക് എൻ്റെ അടുത്ത് വേറെ പലരും പറയുന്നുണ്ട്, ഞാൻ ഈ ലോഹിയായിട്ടൊരു പ്രോജക്റ്റ് ആകുന്നു എന്നുള്ളൊരു വാർത്തകൾ വന്നതോടുകൂടി എൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, സിയാദ് കോക്ര, അദ്ദേഹത്തിൻ്റെ ഓഫീസ് അമേരിക്കൻ. അദ്ദേഹം ഞാനായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്താണ് അടുത്ത് പരിപാടി, ഞാൻ ഇങ്ങനെ ലോഹിയായിട്ട്, ലോഹി വേറെ പടം ചെയ്യാനുള്ളൂ. ഞാൻ ലോഹി നമ്മളായിട്ട് കമ്മിറ്റഡ് ആണല്ലോ. ഇല്ല, ലോഹി ഇവിടെ ഒരു പുള്ളിക്കറിയാവുന്ന ഈ ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു നിർമ്മാതാവിൻ്റെ പേരും പറഞ്ഞു, അദ്ദേഹമായിട്ടൊരു മമ്മൂട്ടി വെച്ചൊരു പടം നടക്കാനുള്ളൂ, തുടങ്ങാൻ പോകാനുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല, ഞങ്ങൾ തമ്മിൽ കമ്മിറ്റഡ് അല്ലേ എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ കേട്ട വാർത്തയാണെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായെങ്കിലും അങ്ങനെ ചെയ്യുക എന്നൊരു ഇതുണ്ടല്ലോ. ഞാൻ ആ രാത്രിയിൽ പോയി ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൻ്റെ പുഴയ്ക്കക്കരെയാണ് ലോഹിയുടെ വീട്, പുഴയ്ക്കക്കരെയാണ് എൻ്റെ വീട്, ആലുവ എൻ്റെ വൈഫ് ഹൗസ്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ മദറിനുള്ള എന്നെ പറഞ്ഞ് ലോഹിദാസിൻ്റെ അവിടെ നിന്ന് ഒരു പയ്യൻ വന്നൊരു കത്ത് തന്നിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കത്ത് പൊട്ടിച്ച് വായിക്കുമ്പോൾ ഈ പറയുന്ന വാക്കിലാണ്, ഞാൻ കാണിക്കുന്നത് നെറിയാടാണെന്ന് എനിക്കറിയാം, എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറെ നിവൃത്തിയില്ല, ഞാൻ വേറൊരു പടം കമ്മിറ്റഡ് ആണ്, അതുകൊണ്ട് നാളത്തെ യാത്ര ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതെന്നെ വല്ലാതെ പൊറിപ്പെടുത്തി ശരിക്കും. കാരണം അദ്ദേഹം പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ ഞാൻ പക്ഷേ ഒന്നും ചെയ്യാൻ എനിക്കൊന്നും അതിൽ കൂടുതൽ എനിക്കൊന്നും അതിനകത്ത് പരിഹാരമില്ലല്ലോ. ഞാനപ്പോൾ ആനന്ദേട്ടനെ വിളിച്ച് പറഞ്ഞു, ആനന്ദേട്ടൻ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ലോഹിയില്ല മാറിപ്പോയി. അങ്ങനെ ആ പ്രോജക്റ്റ് നടന്നില്ല. അതാണ് പിന്നെ അരയന്നങ്ങളുടെ വീടായിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് മറ്റേ പ്രൊഡ്യൂസർ പറഞ്ഞ പ്രോജക്റ്റ് അതായിരുന്നു, അരയന്നങ്ങളുടെ വീട് മമ്മൂട്ടി വെച്ച് ചെയ്യുന്നത്. പക്ഷേ അതിനെപ്പറ്റി ഞാൻ പിന്നെ ലോഹിയുടെ അടുത്ത് സംസാരിച്ചിട്ടേ ഇല്ല, എന്തുകൊണ്ടത് ചെയ്തു ഞാൻ ചോദിച്ചിട്ടില്ല, എൻ്റെ അടുത്ത് അതിന് മറുപടിയും പറഞ്ഞിട്ടില്ല. ക്ഷമിക്കാൻ പറ്റുമോ അപ്പോൾ തന്നെ? എനിക്കിപ്പോഴും അപ്പോഴും ഇപ്പോഴും ഒന്നുമില്ല. എനിക്കൊരു മുറിവുണ്ടായി എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു മനസ്സിൽ വേദനയായിട്ട് കൊണ്ടു നടന്നിട്ടൊന്നും ഒരു പിണക്കമായിട്ട് ഞാൻ കൊണ്ടു നടന്നിട്ടേ ഇല്ല. പിന്നീട് ഒരിക്കൽ കൂടി ഇതേപോലെ ഒരു അമേരിക്കയിൽ നിന്നൊരു നിർമ്മാതാവാണ്, അദ്ദേഹം എന്നെ കാണാൻ വന്നു. അത് പിന്നീട് ഇതിന് ശേഷമാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നിട്ട്, അത് 2000-ന് ശേഷമാണ്. അദ്ദേഹം എന്നെ കാണാൻ വന്നിട്ട്, ഞാൻ 1990 അമേരിക്കയ്ക്ക് പോകുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. അന്ന് ഫ്ലൈറ്റ് ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ തിരുവനന്തപുരത്ത് എത്തി SL തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടു. ഇസ്ഹാൻ അസബ്ദുള്ളയാണത്. അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അന്ന് ഞാൻ തീരുമാനിച്ചു, ഞാൻ അമേരിക്കയിൽ നിന്ന് തിരിച്ച് പൈസ ഉണ്ടാക്കി വന്നു കഴിയുമ്പോൾ ഇവരെ 3 പേരെയും വെച്ച്, മോഹൻലാലിനെയും എന്നെയും ലോഹിതദാസിനെ വെച്ച് ഒരു സിനിമ ചെയ്യും എന്നുള്ള സ്വപ്നം കൊണ്ട് പോയത്. അയാൾ ഇപ്പം എൻ്റെ പൈസ ഉണ്ട്, ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു, എനിക്ക് നിങ്ങളെ വെച്ചൊരു സിനിമ ചെയ്യണം. അത് വരുന്നത് 2000 ആദ്യമാണ്. ആളുകളുടെ അംബീഷനാണ് നിങ്ങൾ വെച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, നമുക്ക് ചോദിക്കാം, ഞാൻ ലോഹിയോട് ചോദിക്കാം, ലോഹി ഇപ്പം സ്വന്തം പടങ്ങൾ ചെയ്ത് തിരക്കിലാണ് എന്ന് പറഞ്ഞു, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ലോഹി ഞാനുമായിട്ട് അല്ലാതെ വേറെ കാണാറുണ്ട്. ഈ പത്രമാധ്യമങ്ങളിലൊക്കെ ഞങ്ങൾ തമ്മിൽ പിണങ്ങി പിരിഞ്ഞു എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഈ 2000-ൻ്റെ തുടക്കകാലത്ത് മലയാള മനോരമ 2 ഞായറാഴ്ചകളിലായിട്ട്, ഞങ്ങളുടെ 3 ഞായറാഴ്ചകളിലായിട്ട് ഒരാഴ്ച ഉണ്ണിക്കേ വാര്യർ വന്ന് എൻ്റെ ഇൻ്റർവ്യൂ എടുക്കും. ഞാനന്ന് ഇഷ്ടം ചെയ്തുകൊണ്ടിരിക്കുക, തൃശ്ശൂർ വന്ന്. അതായത് ഞങ്ങൾ തമ്മിൽ ഇനി സിനിമകൾ ചെയ്യില്ല എന്നൊരു വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചപ്പോൾ ഉണ്ണി വന്ന് അവിടെ വന്നൊരു ഇൻ്റർവ്യൂ ചെയ്തു. മനോരമ മുൻകൈ എടുക്കുന്നു നിങ്ങളെ ഒന്നിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്തു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതൊക്കെയാണ് എനിക്കതിനകത്ത് ഇല്ല, ഞങ്ങൾ തമ്മിൽ സിനിമ ചെയ്യും, എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞ് അവർ ലോഹിയെ കാണാൻ പോയി, ലക്കിടിയിൽ പോയി ലോഹിയുടെ ഇൻ്റർവ്യൂ എടുത്തു. 3-ാമത്തെ ആഴ്ച ഞങ്ങൾ 2 പേരും എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി ലക്കിടിയിൽ പോയിട്ടു ഞങ്ങളെ 2 പേരും വിളിച്ചു. അങ്ങനെ 3 ആഴ്ച മനോരമ സൺഡേ സപ്ലിമെൻ്റ് ഞങ്ങളെ ഒന്നിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി. അത് ഭയങ്കര കാര്യമല്ലേ, മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായൊരു പത്രമാധ്യമം ഞങ്ങൾ 2 പേരും നടത്തുന്നത്. അത് അങ്ങനത്തെ ഒരു എഫേർട്ടൊക്കെ അതിനകത്ത് നടന്നു. അപ്പോൾ എനിക്കറിയാം, അന്നും ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഇരുന്ന് അന്നും ഭക്ഷണം കഴിക്കാൻ പറ്റും. പക്ഷേ തിരിച്ച് ഈ പുതിയ അമേരിക്കൻ പ്രൊഡ്യൂസർ വന്നപ്പോൾ ഞാൻ അതുപോലെ അവിടെ ചെന്ന്, അത് ഒരു ജനുവരി 1-ാം തീയതി ലോഹിയുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു 1-ാം തീയതിയാണ്, ഇപ്പോൾ ഒരു അഡ്വാൻസ് കൊടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്വാൻസ് കൊടുത്ത് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ നീണ്ടു പോയിക്കൊണ്ടേയിരിക്കുന്നു. അത് കഴിഞ്ഞ് കുറേ വർഷം, അത് 2004-ലോ 2005-ലോ മറ്റാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ അത് നീണ്ടു പോയി. ഈ പ്രൊഡ്യൂസർ അമേരിക്കയിൽ നിന്ന് വരും, ഇടയ്ക്കിടയ്ക്ക് പുള്ളി വരും. ഞാൻ പറഞ്ഞു ലോഹി ചെയ്യും, ലോഹി ആ പടം ചെയ്യുന്നു, ഈ പടം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നീണ്ടിടുക.
അപ്പോൾ ഒരു ഘട്ടത്തിൽ നോക്കിയപ്പോൾ അയാളും എടുത്തു തുടങ്ങി. അയാൾ ഇവിടെ ഒരാളെ ഏർപ്പാടാക്കി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അയാളുടെ ഒരാൾ ഇവിടെ നിന്നിട്ട് എന്നെ വിളിക്കും. ഞാനും ആ പ്രഷർ എനിക്കും വന്നു തുടങ്ങി. അവസാനം ജൂൺ മാസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രൊഡ്യൂസറുടെ ആൾ വന്നു. ഒരു തീരുമാനം എടുക്കണം, അദ്ദേഹത്തെ പോയി കാണണമെന്ന് പറഞ്ഞ്. അല്ല, അതിനു മുമ്പ് ലോഹി വന്നിട്ട് ഒരു കഥയുണ്ട്. പ്രൊഡ്യൂസർ വന്ന സമയത്ത് ലോഹി പറഞ്ഞു, അയാൾ നിർബന്ധിച്ച് പറഞ്ഞു ലാൽ സാറിനെ പോയി കണ്ട് കഥ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് കഥ പറഞ്ഞു. ഇവിടെ ലാലിൻ്റെ തന്നെ ട്രാവൻകൂർ കോർട്ടിൽ വന്നിട്ട് ലാൽ ഷൂട്ടിലായിരുന്നു. രാത്രി വരെ വെയിറ്റ് ചെയ്ത് ലാൽ ഒരു 12 മണിക്ക് വന്നു. ലോഹി പോയി ഒരു കഥ പറഞ്ഞു. ആ കഥ എൻ്റെ അടുത്ത് പോലും പറഞ്ഞില്ല, അവിടെ വെച്ചാൽ കഥ പറയുന്നത്. പക്ഷേ ആ കഥ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, ലാലിനും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ ലോഹി പറഞ്ഞു വേറൊരു കഥയുണ്ട് പറഞ്ഞു. ആ കഥയും പറഞ്ഞ് പറയുമ്പോഴത്തേക്ക് അതും അപ്പോൾ പെട്ടെന്ന് അത് ഞാനും ലാലും ഇല്ലാതെ എന്താണ് ലോഹി ഇങ്ങനെ ലോഹി ഇങ്ങനെയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു മുമ്പ് കഥകളൊക്കെ പറയുമ്പോഴേ. എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായെങ്കിൽ പോലും അത് പിന്നെ അങ്ങ് അത് ഇഴഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഈ 2008 അപ്പോൾ ലോഹിക്ക് മനസ്സിലായി ലോഹിയുടെ ഭാഗത്തു നിന്ന് അതിനകത്തൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ 2008 ജൂൺ മാസം 8-ാം തീയതിയാണ് ഈ പ്രൊഡ്യൂസർ തിരിച്ചു പോയി. പ്രൊഡ്യൂസറുടെ ആൾ ഞാനും ഇവിടെ ലക്കടിയിൽ ചെല്ലുന്നു. ലോഹിയെ കാണുന്നു. അവിടെ വെച്ച് ലോഹി പറയുന്നു. അപ്പോൾ ലോഹി ഞാനും മാത്രമായിട്ട് കുറേ നേരം ഇരുന്നു. ഈ പ്രൊഡ്യൂസറുടെ കൂടെ ആളും അതിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ കുറേ കാര്യം ഞങ്ങൾ പേഴ്സണലായിട്ടുള്ള കുറേ എന്തുകൊണ്ട് അന്ന് ലോഹി എൻ്റെ അടുത്ത് മുമ്പിൽ ഒരു കുമ്പസാരം നടത്തി.